പത്തനംതിട്ട വയ്യാറ്റുപുഴയിൽ കിണറ്റിൽ വീണ കടുവ ഇപ്പോൾ വനത്തിൽ സുഖമായിരിക്കുന്നുണ്ടാവും. അതേ തുടർന്ന് ആ വീട്ടുകാർക്കൊരു നഷ്ടമുണ്ടായി. അതാര് നികത്തും? നമ്മൾ എപ്പോഴും ചോദിക്കാറില്ലേ, വനം വകുപ്പിന്റെ തുടർ നടപടി എന്തായി അറിയണ്ടേ? കൊല്ലംപറമ്പിൽ സദാശിവന്റെ വീടിനോട് ചേർന്ന കിണറ്റിലാണ് ചൊവ്വാഴ്ച പുലർച്ചെ 5 മണിയോടുകൂടി കടുവ അകപ്പെടുന്നത്. മണിക്കൂറുകൾ നീണ്ട ശ്രമങ്ങൾക്കൊടുവിൽ വൈകുന്നേരം 4 മണിയോടെയാണ് കടുവയെ വലയിലാക്കി സ്ഥലത്തു നിന്ന് നീക്കിയത്. മണിക്കൂറുകൾ നീണ്ട ഈ പ്രവർത്തനങ്ങളിലൂടെ കിണറിൻ്റെ കൽക്കെട്ടിന് കേടുപാട് സംഭവിച്ചു. മോട്ടോർ പമ്പ് സ്ഥലത്തു നിന്ന് നീക്കം ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ വനംവകുപ്പ് നേതൃത്വത്തിൽ തന്നെ കൽക്കെട്ട് പൂർവ്വസ്ഥിതിയിലാക്കുകയും അതോടൊപ്പം തന്നെ കിണർ ശുദ്ധീകരിച്ച് വെള്ളം ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മാറ്റാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ നിലവിൽ അവരുടെ കൽക്കെട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് ആൾക്കാർ വന്ന് കയറിയെന്ന് പോയതാണ്. അതിപ്പോൾ നമ്മൾ പുനഃസ്ഥാപിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് സിമെൻറ്റോട് ചേർത്ത് കുറച്ചുകൂടെ ബലപ്പെടുത്തി കൊടുക്കാം. പിന്നെ മോട്ടർ പഴയ രീതിയിൽ തന്നെ നമ്മൾ പുനഃസ്ഥാപിച്ച് കൊടുക്കുന്നു. നമ്മുടെ വില്ലൂന്നിപ്പാറ സമിതിയുടെ നേതൃത്വത്തിലാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കിണറ്റിലെ വെള്ളം കടുവ വീട് കിടന്നുകൊണ്ട് മലിനമായി, അത് നമ്മൾ പൂർണ്ണമായും നീക്കം ചെയ്ത് വൃത്തിയായി അത് ശുദ്ധീകരിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് ചുറ്റും മുകളിൽ നേരത്തെ ഒരു വലയായിരുന്നു കിടന്നിരുന്നത്. ഇപ്പോൾ അത് മാറ്റി നമ്മൾ ഇത് റെസ്ക്യൂവിന് വേണ്ടി ഉപയോഗിച്ച നെറ്റുണ്ട്, ഇരുമ്പ് നെറ്റ്, അത് നമ്മളിട്ട് ഇവർക്ക് പൂർണ്ണമായി സംരക്ഷിക്കുന്ന രീതിയിൽ ശരിയായി കൊടുക്കുന്നുണ്ട്. കടുത്ത വേനലിലും ഉറവ പറ്റാത്ത കിണർ, സമീപവാസികളായ ഏതാനും കുടുംബങ്ങളുടെ കുടിനീര് കൂടിയാണിത്. കടുവ കിണറ്റിൽ വീണതിനെ തുടർന്ന് 3 നാൾ വെള്ളം ഉപയോഗിക്കാനായില്ല. അടുത്തുള്ള ഒരു ഉറവയിൽ നിന്നാണ് ഈ ദിവസങ്ങളിൽ വെള്ളം ശേഖരിച്ചത്. കിണർ വീണ്ടും ഉപയോഗപ്രദമായതോടെ ആശ്വാസമാണ് അയൽപ്പക്കത്തുകാർക്കും. അതിനെ കൊണ്ടുവന്ന് എങ്ങാണ്ട് കൊണ്ടുവിട്ട് അത് തിരിച്ചിനി വരുമോന്നാ പേടിച്ചിരിക്കുന്നത്. വരുമോ? അതെ, എന്തായാലും ഇന്നലെ മുറ്റത്തിറങ്ങാൻ പേടിയായിരുന്നു. ഇതിനകത്തൂടെ ഒക്കെ പമ്മി ഇരുന്ന് അറിയുമോ? ഇതിനകം മൊത്തം പന്നിയാ. ആൾമറയില്ലാത്ത കിണറിന് അത് സാധ്യമാക്കുന്നതിന് സഹായം തേടി സദാശിവൻ ചിറ്റാർ പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിരുന്നതാണ്. പക്ഷേ കിട്ടിയില്ല. അപേക്ഷ ഗ്രാമസഭയെ കൊണ്ട് ഞങ്ങളുടെ മെമ്പർക്ക് കൊടുത്താ, പെരയ്ക്കോ മെയിൻ്റെനൻസ് ഞങ്ങൾ കൊടുത്താ. ഇതുവരെ എനിക്ക് 5 പൈസ ഉപകാരം ചെയ്തിട്ടില്ല. ഇതിന് മാതിരി കേട്ടാണ് കല്ല്. എനിക്ക് വയ്യാതായി പോകണ്ട. എൻ്റെ ഞായറാഴ്ച കല്ലൊക്കെ പൊട്ടിച്ച് അതൊക്കെ നമുക്കറിയാം, കുഴപ്പമൊന്നുമില്ല. കടുവ കിണറ്റിൽ വീണ വാർത്തയറിഞ്ഞ് നാടിന്റെ നാനാഭാഗത്തു നിന്നും ആളുകളെത്തി. സദാശിവന്റെ പറമ്പിൽ ജനക്കൂട്ടം നിറഞ്ഞു. കൃഷി ചെയ്തിരുന്ന വകകളിൽ പലതും തിക്കിലും തിരക്കിലും നിലം പൊത്തി, മറ്റു ചിലത് ചവിട്ടി മെതിക്കപ്പെടുകയും ചെയ്തു. കൃഷിനാശം, ദൗത്യത്തിനായി മുറിച്ചു നീക്കിയ മരങ്ങൾ, ഇവ കൂടി പരിഗണിച്ചുകൊണ്ട് വീട്ടുടമ സദാശിവന് സാമ്പത്തിക സഹായം നൽകുമെന്നാണ് റാന്നി DFO N രാജേഷ് വിശദീകരിക്കുന്നത്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം വയ്യാറ്റുപുഴയിൽ നിന്നും CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.